ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജലക്ഷ്മിയുടെ പപ്പും തോലും പറിച്ച് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു നമ്മുടെ പല്ലവി. എന്നിട്ട് മുറിയിലേക്ക് ഇടിച്ച് കയറി അങ്ങ് ചെന്നു. മുറിയിലേക്ക് പല്ലവി കയറിയതും രാജലക്ഷ്മി ഇറങ്ങി ഒരു പോക്കും പോയി. പുള്ളിക്കാരി പോയെന്ന് മനസ്സിലായപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ എടുത്ത് ദേ ചേച്ചി ഇതെല്ലാം നോക്കൂ. അപ്പോഴാണ് രാജലക്ഷ്മി ഇങ്ങ് വരുന്നത്. വന്നപ്പോൾ പല്ലവിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കണ്ടു. അവൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് ബൊച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നേരം ആശാത്തി. അങ്ങനെ എന്തായാലും ഈ സംഭവം കഴിഞ്ഞ് പിന്നെ ഇന്ദ്രനാണെങ്കിൽ അവിടെ കടൽക്കരയിൽ കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ. തിരമാലകളൊക്കെ എണ്ണി ആശാൻ ഇങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ നടക്കുന്നു, ഭംഗിയൊക്കെ ആസ്വദിച്ച്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊന്നുമടത്തിൽ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ അനിയത്തിമാരെടുത്തിരുന്ന അച്ചുവിനോട് ഡ്രസ്സുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ഇതിലേതാ മോശം, എല്ലാ അച്ചുവിനും നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ അച്ചു ഇങ്ങനെ പറയാം. അപ്പോൾ പല്ലവി ചേച്ചി ആയിരുന്നെങ്കിൽ എല്ലാം നന്നായിട്ട് എടുത്ത് തന്നേനെന്ന് പറയുമ്പോൾ, ഓ പല്ലവി അവരില്ലാത്തത് നന്നായി എന്ന് പറ, നമ്മുടെ ഭാഗ്യത്തിനാ അവർക്ക് ഈ സമയത്ത് തന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയതെന്ന് ഋതികയായിരുന്നു പറയുവാണേ. ഇപ്പോൾ ഒരു മനസമാധാനമൊക്കെ ഉണ്ട് ഈ വീട്ടിലെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ സേതു അതുവഴി വരുന്നത്, ഈ ഒരു ഡയലോഗ് കേൾക്കുന്നതും. അപ്പം അതൊക്കെ സേതു ഇവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പം ഇത് നോക്കിക്കേ, ഇത് നന്നായിട്ടില്ലേ, അത് നന്നായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെടുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ കണ്ട ഉടനെ തന്നെ ഇങ്ങ് എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഋതുവിനോട് മാത്രമായിട്ട് ചിലത് സംസാരിക്കാനുണ്ടെന്ന് സേതു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഋതുക ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ അച്ചു അവിടുന്ന് എഴുന്നേറ്റ് പോയി. അച്ചു അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ സ്വാതി അവിടെ ഇരിക്കുക. അപ്പോൾ സ്വാതി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് പോസ്റ്റ്മാൻ ഒരു കത്ത് തന്നായിരുന്നു, എനിക്ക് അതിനെപ്പറ്റി നിന്നോട് സംസാരിക്കാനുള്ളത്, അത് ഇവള് കേൾക്കാൻ പാടില്ല, ഇവളെ ഏൽപ്പിച്ചു വിടാൻ പറഞ്ഞു. അപ്പോഴേക്കും സ്വാതി നീ എഴുന്നേറ്റ് ചെല്ലാൻ പറഞ്ഞു. സ്വാതി അവിടുന്ന് എഴുന്നേറ്റ് പോയി. സ്വാതി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഋതിക ഇങ്ങനെ അവിടെ ഇരിക്കുക. കാരണം ആ കുടുംബം കുട്ടിച്ചോറാക്കാനാണല്ലോ ഋതികയുടെ പ്ലാന്. അപ്പം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് സേതു ചോദിച്ചു കേട്ടോ. ഞാനെന്ത് ചെയ്തു? ലോൺ എടുത്തിട്ട് നീ എന്താ തവണകൾ അടയ്ക്കാതിരുന്നത്? അതെനിക്ക് തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്നാണ് നിന്നോട് ചോദിച്ചതെന്ന് സേതു. അതൊക്കെ എന്തിനാ നിങ്ങളറിയുന്നതെന്ന് നേരെ ഋതിക സേതുവിനോട് ചോദിക്കുക. അല്ലെങ്കിലും വിൽപത്രപ്രകാരമാണല്ലോ ഇവിടെ എല്ലാം നടക്കണത്. അച്ഛൻ്റെ വിൽപത്രപ്രകാരം 45% ഓഹരിക്ക് മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. സ്ഥാപനത്തിന് വേണ്ടി എടുക്കുന്ന ലോൺ മുഴുവനും ഞാൻ അടിച്ച് തീർത്തോളാമെന്ന് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ അത് അടച്ചിരിക്കണം, അതല്ലേ മര്യാദ എന്ന് സേതു അന്നേരം ഋതികയോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഋതു എഴുന്നേറ്റ് ചെന്നിട്ട്, മര്യാദയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട മിസ്റ്റർ, എനിക്കത് അറിയുകയും വേണ്ട. എൻ്റെ അമ്മയാണ് അച്ഛൻ്റെ ഒഫീഷ്യൽ ഭാര്യ, നിങ്ങൾ വേറൊരു സ്ത്രീയിൽ ഉണ്ടായവനാ. അങ്ങനെ ഉണ്ടായ നിങ്ങൾക്ക് 45%, ഞങ്ങൾക്കെല്ലാവർക്കും കൂടി ബാക്കി 45%, അത് അനീതിയല്ലേ ശരിക്കും? മര്യാദ കേടല്ലേ എന്നൊക്കെ ഋതിക ചോദിക്കുക കേട്ടോ. അതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച് സേതുവിനോട് വഴക്കുണ്ടാക്കുന്നു. എന്തുകൊണ്ട് ഈക്വൽ ഷെയർ ആകാമെന്ന് നിങ്ങൾ പറഞ്ഞില്ല? എനിക്കിങ്ങനെയൊക്കെ പറ്റുമെന്ന് ഋതിക. സൗകര്യമുള്ളവർ സഹിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ സേതു ഒന്നും മിണ്ടുന്നില്ല. അച്ഛന് വെപ്പാട്ടിയിലുണ്ടായ മകന് ആവശ്യത്തിൽ കൂടുതൽ ഇവിടുന്ന് തരുന്നുണ്ടെന്നും അതും വാങ്ങി ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നാൽ മതിയെന്നും ചോദ്യം ചെയ്യാൻ വരണ്ടെന്നും ഋതിക സേതുവിനോട് പറയുക. അപ്പം നീ എന്താടീ പറഞ്ഞത്? വെപ്പാട്ടിയിലുണ്ടായ മകനെന്നോ? അപ്പോൾ അതെ, സത്യമല്ലേ പറഞ്ഞത്? എടീ ദേ നിന്നെ ഞാനുണ്ടല്ലോ, നീ ഒരു തവണ കൂടി അത് പറഞ്ഞ ഉറപ്പായിട്ട് നിന്നെ ഞാൻ തല്ലിയിരിക്കും എന്ന് സേതു. അപ്പൊ പേടിപ്പിക്കുകയാണോ എന്ന് ഋതിക സേതുവിനോട് ചോദിക്കാം. ഒന്നല്ല 10 തവണ ഞാനത് പറയും. നിങ്ങള് വെപ്പാട്ടിയിലുണ്ടായ മകൻ തന്നെയാണെന്ന് പറഞ്ഞ് തീർന്നില്ല, കൊടുത്തു അവരുടെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിക്കാനായിട്ട്. എൻ്റെ നേരെ നിങ്ങൾ കൈ പൊക്കിയ ആ കൈ പിന്നെ പൊങ്ങില്ല ഒരാൾക്ക് നേരെയും എന്ന് ഋതിക പറഞ്ഞപ്പോ എൻ്റെ അനിയത്തിയായി പോയി, അല്ലെങ്കിലേ നിന്റെ തോല ഞാൻ അടിച്ച് പൊട്ടിച്ചാനെന്ന് സേതു അവളോട് പറയുക. എൻ്റെ കൈ തടയാനും മാത്രം നീ വളർന്നിട്ടില്ല ഋതു, നീ വളർന്നിട്ടില്ല. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഈ നിലത്ത് കിടന്ന് ഊരുണ്ടേനെ. ഇപ്പോൾ ഓരോറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ അതും മതി നീ ഇവിടെ കിടന്ന് പെടയാൻ, കേട്ടോടി എന്നും ചോദിച്ചുകൊണ്ട് സേതു ദേഷ്യപ്പെട്ടപ്പോൾ, താൻ അത്ര വലിയ ആളാണെങ്കിലേ ലോൺ താൻ തന്നെ അങ്ങ് തീർക്കാൻ ഋതിക പറയാം. വലിയേട്ടനല്ലേ, തനിക്കും ഉണ്ടല്ലോ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ, അത് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ കാണിക്കുവടി. എടി നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് ചെയ്യാൻ തന്നെ അടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുക. എൻ്റെ അച്ചുവിൻ്റെ കല്യാണമായിപ്പോയി, നിന്റെയൊക്കെ ചോര തന്നെ അല്ലേടി അവിടും, എന്നിട്ടും ഈ സമയത്ത് തന്നെ നീ ഇങ്ങനെ കയറി ചെയ്തു കളഞ്ഞല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ ഇവളോട് പറയുവാണേ. അപ്പോൾ എൻ്റെ പ്രതികാരമാണോ അതെൻ്റെ പ്രതികാരമാണ്. കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെ ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ട്.
ഇപ്പോഴാ അതിനൊരു അവസരം എനിക്ക് കിട്ടിയത് എന്ന് ഋതിക പറയുക സേതുവിനോട്. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ സേതുവിനെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിൽ ഈ ഋതിക വെല്ലുവിളിക്കുക. ഏതായാലും ഈ കല്യാണം മുടങ്ങുമെന്ന് നീ വിചാരിക്കണ്ട. ഈ കേസും അല്ലെങ്കിൽ ഈ കടവും ബാധ്യതകളും ഒക്കെ നിൽക്കുന്നെന്ന് കരുതി എൻ്റെ അച്ഛൻ്റെ കല്യാണം മടങ്ങുമെന്ന് ഓർത്ത് പേടിക്കാൻ വേണ്ട. എൻ്റെ അച്ഛൻ്റെ കല്യാണം മടങ്ങുകയില്ല. നല്ല അന്തസ്സായിട്ട് തന്നെ അത് നടക്കും. ഞാനത് നടത്തുമെന്ന് ഋതിക വെല്ലുവിളിക്കുക. സേതു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ ഈ വീട്ടിൽ തനിക്കൊരു സ്ഥാനം ഉണ്ടാകില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും തെരുവിലേക്ക്. അത് താൻ ഓർത്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ തെരുവിൽ നിന്ന് പൊരുതി തന്നെ കയറി വന്നവനടി ഞാൻ. എനിക്ക് തെരുവിലേക്ക് തിരിച്ചു പോകാനേ ഒരു മടിയില്ല എന്ന് ഋതികയോട് വെല്ലുവിളിക്കുവാണ് സേതു തിരിച്ച്. പിന്നെ പക്ഷെ സേതുമാധവന് കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ തോറ്റുപോകുന്ന ഒരാളുണ്ട്. അതാരാണെന്ന് നിനക്കറിയോ? നമ്മുടെയൊക്കെ അച്ഛൻ. ആ മനുഷ്യന് തോപ്പിക്കില്ല ഈ സേതു. നീ കണ്ടോളാൻ പറഞ്ഞു. സേതു നടത്തു ഈ കല്യാണം. കടം മേടിച്ചിട്ടാണെങ്കിലും നീ നോക്കിക്കോളാൻ പറഞ്ഞു. സ്വന്തം ചേച്ചിയല്ലേടി അവള്. അവളുടെ പുടവയ്ക്ക് തീ കൊളുത്തേണ്ട ആവശ്യം നിനക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നീ അനുഭവിക്കും. വൃത്തികേടാ നീ കാണിച്ചത്, നന്ദികേട്. ഇതിന് കാലം നിന്നോട് പകരം ചോദിച്ചിരിക്കും. അതിനൊരു മാറ്റമില്ലെന്നും പറഞ്ഞ് നമ്മുടെ സേതു അവളുടെ മുന്നിൽ നിന്ന് പോകുക. നീ അനുഭവിച്ചിരിക്കുമെന്നും പറഞ്ഞു പോയിട്ട് നമ്മളെ സേതു തിരിഞ്ഞു നിന്ന് ഈ ദുഷ്ടയായ ഋതുവിനോട്, നീയൊക്കെ എന്തൊക്കെ ചെയ്താലും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നിന്നെ അടക്കം എല്ലാവരെയും. അതിന് നീ എനിക്ക് തിരിച്ചു തന്നതേ വയറ് നിറഞ്ഞു. ഇത് വേണ്ടായിരുന്നു, എന്നോടിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സേതു അവിടെ നിന്ന് അങ്ങ് പോയി. സേതു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഋതുക ഇങ്ങനെ ഭയങ്കര ഭയത്തോട് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തോടു കൂടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരാൾ വരുന്നത്. അപ്പം നമ്മുടെ പല്ലവി അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഒരു ചേട്ടൻ വന്ന് രാജലക്ഷ്മി ഇല്ലെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാവോ എന്നും പറഞ്ഞു. അമ്മേ എന്ന് പറഞ്ഞ് പല്ലവി വിളിക്കുമ്പോഴേക്കും രാജലക്ഷ്മി വന്നു. ഞാൻ ഡോക്ടർ കർത്തയുടെ അസിസ്റ്റൻ്റാണ്, അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ പേര് ഡോക്ടർ അമൽ എന്ന് പറയുമ്പോഴത്തേക്കും രാജലക്ഷ്മി ഇങ്ങനെ നോക്കുക. അല്ല, ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്ന് ഡോക്ടറെ കാണുമായിരുന്നല്ലോ എന്ന് രാജലക്ഷ്മി. അപ്പോൾ ഒരു വിവരം അന്വേഷിച്ച് വരാൻ ഡോക്ടർ പറഞ്ഞു. ടി വിയിൽ ന്യൂസ് കണ്ടിരുന്നേ, എന്താ പറ്റിയത് ഇന്ദ്രന് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പല്ലവി ഇങ്ങനെ നിൽക്കുക. ഒന്നും പറയാൻ പറ്റില്ല രാജലക്ഷ്മിക്ക്. അത് പിന്നെ അത് നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ എന്ന് രാജലക്ഷ്മി ചോദിക്കും കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതെല്ലാം നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും പല്ലവി ഇങ്ങനെ നിന്ന് ആലോചിക്കുക. ഇതൊന്നും മാറ്റിവെക്കുന്ന കാര്യങ്ങളല്ല, എല്ലാവരും അറിയട്ടെ, അതല്ലേ നല്ലത് എന്ന് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലെന്ന് രാജലക്ഷ്മി. ഇന്ന് ഏകാദശിയല്ലേ, ഞാൻ പിന്നെ വരാം എന്നൊക്കെ പറയുമ്പോൾ അല്ലല്ലോ ഇന്ന് ഏകാദശി അല്ലല്ലോ. അയ്യോ ഞാനത് വിട്ടുപോയി. അതെ, ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളാമ്മേ എന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ നീ അതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ആരാ ഈ കുട്ടി? ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പറയുമ്പോൾ അങ്ങനെ ആരും ഒന്നുമല്ല, ഞാൻ ഇന്ദ്രൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഭാര്യയോ? ഇന്ദ്രൻ്റെയോ എന്നാ ഡോക്ടർ ചോദിക്കും കേട്ടോ. ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. നേരാണോ ഈ പറയുന്നത്? അത് പിന്നെ അത് ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഈ പുള്ളിക്കാരനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുക. അതെ, ഇന്ദ്രൻ കല്യാണം കഴിഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാ ചേട്ടൻ പറയൂ കേട്ടോ. ഡോക്ടർ പറഞ്ഞിരുന്നതല്ലേ ഒരിക്കലും ഇന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുതെന്ന്. അത് പിന്നെ അതൊക്കെ ഞാൻ ഡോക്ടറോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഡോക്ടർ പറയുന്നത് പേഷ്യൻറ്റും അവരുടെ കൂടെയുള്ളവരും അനുസരിക്കണം, അല്ലെങ്കിൽ പിന്നെ ചികിത്സ കൊണ്ട് എന്താ ഫലം എന്നൊക്കെ ഈ ഡോക്ടർ ഈ രാജലക്ഷ്മിയോട് ചോദിക്കുക. മറ്റൊരു രോഗം പോലെയല്ല മാനസിക രോഗം. അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞാൻ പറയുന്നത് തന്നെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം. ഡോക്ടർ ഇപ്പോൾ പോയിക്കോ, ഞാൻ ക്ലിനിക്കിൽ വന്ന് ഡോക്ടറെ കറുത്തേ കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്ന് പോയി. ആ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ അത് ആരാമേ വന്നത്? ആ ഡോക്ടർ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ നീ അറിയുന്നതെന്ന് ചോദിച്ചു. അമ്മേ, ഞാനും ഈ വീട്ടിലാരും അംഗമല്ലേ, അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ എന്ന് പല്ലവി പറഞ്ഞു കേട്ടോ. അമ്മ എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ അത് എന്ന് പല്ലവി ചോദിക്കുമ്പോൾ പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇന്ദ്രനെയും കണ്ടുപിടിക്കും. അതിലും വലുതൊന്നും അല്ലല്ലോ ഇപ്പം ഇറങ്ങിപ്പോയി ഒരാള്. അപ്പം ചെന്നാൽ നീ കണ്ടുപിടിക്കടി എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി. പല്ലവി ഇപ്പം തൊട്ട് ആലോചിക്കുന്നതാ. അപ്പോഴേക്കും അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു. അച്ചമ്മ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ആരാ മോളെ വന്നിട്ട് പോയത് എന്ന് ചോദിച്ചു കേട്ടോ. ആരാ വന്നിട്ട് പോയത്? നിനക്ക് രാജലക്ഷ്മിയോട് ചോദിക്കായിരുന്നില്ലെന്ന് ചോദിച്ചപ്പം ചോദിക്കാഞ്ഞിട്ടാണോ അമ്മേ? അതൊന്ന് പറയണ്ടേ ആരാണെന്ന്?
എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ എന്ന് പല്ലവി അച്ചമ്മയോട് പറഞ്ഞപ്പോൾ രഹസ്യങ്ങളുടെ തേനീച്ച കൂടാ അവളുടെ മനസ്സ്. ആ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു രഹസ്യം പുറത്തു വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അച്ചമ്മ പല്ലവിയോട് പറഞ്ഞും കൊടുക്കുന്നു. അല്ല, മോൾക്ക് അപ്പൊ തന്നെ എന്നെ വിളിക്കാറുന്നില്ലേ? അയാളെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായേനെന്ന് അച്ചമ്മ പറഞ്ഞു. സാരമല്ല അച്ചമ്മേ, അയാളുടെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ഞാൻ അയാളെ തിരിച്ചറിയും നമ്മുടെ പല്ലവി പറയുക. ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മേഡത്തിനെയാണ്. മേഡം ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുക. പല്ലവിയുടെ അമ്മായിയമ്മ രാജലക്ഷ്മിക്ക് ഇന്നലെ രാത്രി ഒരു കോള് വന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലെന്ന് ചോദിച്ചുകൊണ്ട് മേഡം പല്ലവിയാണ് വിളിക്കുന്നത്. വിളിച്ച ആ നമ്പർ ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ അത് XMLA പ്രതാപനാണെന്നുള്ള കാര്യവും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നടുങ്ങി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ പല്ലവി. സേതുമാധവൻ്റെ അങ്കിളാണ് വിളിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. അയാളുടെ പേരിലുള്ള സിമ്മിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രതാപനും ഇന്ദ്രനും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് അവർ തമ്മിൽ അടുപ്പം വന്നു എന്നുള്ളത് അറിയണമെന്ന് പറഞ്ഞപ്പോൾ പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി. സ്വന്തം സിമ്മൂരി ഇന്ദ്രനെ പോലെ ഒരു ക്രിമിനലിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത് നിസ്സാരമായിരിക്കില്ല, അത് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് മേഡം പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല മേഡം. അറിഞ്ഞിരുന്നെങ്കിൽ എന്നോടത് നേരത്തെ പറഞ്ഞിരുന്നേനെ. ഏതായാലും ഞാൻ സേതുവേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞേക്കാമെന്ന് പല്ലവി പറയുക. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാക്കാൻ പാടില്ലല്ലോ, അത് നാണക്കേടല്ലേ എല്ലാവർക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്കിൽ പെട്ടെന്ന് തന്നെ പല്ലവി വേണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ മേഡം ശരിയെന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് പല്ലവി ആരും കാണാതെ സേതുവിനെ വിളിക്കുക. ഈ സമയത്ത് നമ്മുടെ XMLA വീട്ടിലിരുന്ന് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അത് നിഖിലിൻ്റെ അമ്മയൊക്കെ ആയിട്ട്. എനിക്ക് ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. എപ്പോഴുമെങ്കിലും എന്നെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയെയാണ് ഞങ്ങൾ ഇവന് വേണ്ടി കണ്ടുപിടിച്ചതെന്ന് ചേച്ചിക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പം അയ്യോ ആ കുട്ടിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നടുക്കത്തവള്. എന്താ അവളുടെ പേര്? ഋതിക. ഋതിക. അവളായിരുന്നു എൻ്റെ മരുമകളായിട്ട് വരേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തള്ളയിരുന്ന് ഇവരോട് ഇങ്ങനെ പറയാം. നിഖിലന്നേരം ഇങ്ങനെ പേടിച്ചിരിക്കാം. അവളുടെ സ്മാർട്ട്നെസ്സും കഴിവും ഒന്നും ഇപ്പം തിരഞ്ഞെടുത്തവൾക്ക് ഇല്ലാന്നും ഈ ചേച്ചി ഇരുന്ന് ഇങ്ങനെ പറയുമ്പം അത് പിന്നെ അച്ചു ആ മൂത്ത കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ച് ഇങ്ങേരെ നോക്ക്, ഇങ്ങേരുടെ ചെറിയമ്മയുടെ മകൻ എന്നെ പെണ്ണ് കാണാൻ വന്നതാ. എനിക്ക് ഇങ്ങേരെ ഇഷ്ടപ്പെട്ടു, ഞാൻ കെട്ടി, അതല്ലേ സംഭവിച്ചത്. അപ്പോഴത്തേക്കും പ്രതാപൻ തലയ്ക്ക് കൈവച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. ഈശ്വരാന്നും പറഞ്ഞു. എൻ്റെ കഷ്ടകാലം എന്ന് നന്ദു അന്നേരം പറഞ്ഞു. എന്നാ അല്ല നല്ല കാലം എന്ന് പറയാൻ വന്നത് തെറ്റിപ്പോയതാണെന്ന് നന്ദോട്ടൻ അവിടെ നിന്ന് പറയുക. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ ചേച്ചി, കല്യാണം ഒന്നും അടുത്തില്ലേ, അപ്പം സംസാരിക്കാൻ പറ്റുമോ എന്നീ പുള്ളിക്കാരി ചോദിക്കുക. നമ്മൾ മാറുന്നൊന്നുമില്ലല്ലോ, പെൺകുട്ടിയെ ചെറുതായിട്ടൊന്നും മാറുന്നു, അത്രയല്ലേ ഉള്ളൂ. മൂത്തവൾക്ക് പകരം ഇളയവളെ കെട്ടുന്നു, ഒരേ വീട്ടിൽ നിന്ന് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അന്തം വിടുക. ഞാൻ ഈ കോലത്തിൽ നടക്കുന്നിട്ട് സഹിക്കുന്നില്ലല്ലേ. അവിടെ അവളുടെ ആങ്ങളെ ഒരുത്തനുണ്ട് സേതു, അവൻ എന്നെ എടുത്ത് ഈഞ്ച ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കും. ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാലെന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളിക്കാരി വാരി തിന്നോണ്ടിരിക്കാം. എനിക്ക് ഏതായാലും മതി, പക്ഷെ കാശ് അതിൻ്റെ കൺട്രോൾ എനിക്ക് കിട്ടണം എന്ന് നിഖിൽ അന്നേരം പറയാം. അപ്പോഴേക്കും ഇവരുടെ മുഖം അങ്ങ് മാറി. പിന്നെ കല്യാണം കഴിയുമ്പോൾ ഡയലോഗ് അടിക്കുമ്പോൾ നേരെ സ്വഭാവം മാറുമെന്നൊക്കെ നിഖിൽ പറയുമ്പോൾ പ്രതാപൻ ഈ കുരുക്കി തന്നു പെട്ടല്ലോ എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. പ്രതാപ വല്ലതും നടക്കുമോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ നടക്കും, കല്യാണം നടക്കും, അതല്ല സ്ത്രീധനം വല്ലതും നടക്കുമോ എന്നാണ് ചോദിച്ചത്. പത്മേ നീ സാമ്പാർ ഇങ്ങോട്ടെടുത്ത് ഒഴിച്ചേ, എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് സാമ്പാർ കൂട്ട് കഴിക്കാനേ നല്ല രുചിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതാപം കഴിച്ചോണ്ട് ഇപ്പോൾ കഴിച്ചോ കല്യാണം കഴിയുമ്പോൾ ഇവിടെയൊക്കെ തന്നെ നീ കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഈ തള്ള. എന്ന് പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ ഇരിക്കുക. നല്ലൊരു തുക സ്ത്രീധനമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വർണ്ണമായിട്ട് മാത്രമല്ല കാശായിട്ടും. അതെനിക്ക് കിട്ടിയേ പറ്റൂ, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഈ ശ്രീദേവിയുടെ തനി കുണം നിങ്ങൾ കാണുമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ ഇരിക്കുന്നു. നിഖിലും അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നിഖിലിന് പണം എന്നൊരു വിചാരമുള്ളൂ. അതും നിഖിലും തുറന്നു പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ എനിക്കൊരു ഇച്ചിരി ഒഴിച്ചേ പത്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദോട്ടൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ ഇങ്ങനെ ഒരു കടയിൽ ചെന്ന് വെള്ളവും ഏതാണ്ടൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ആനിമിസ് അതിലെ വരുന്നത്. ആനിമിസ് വന്നപ്പോഴത്തേക്കും ഇന്ദ്രനെ കണ്ടു. അപ്പോൾ ആനിമിസ് ഇന്ദ്രനെ കണ്ടു. ഒരു കടയിൽ കയറി, ഇന്ദ്രൻ നിന്ന കടയിൽ കയറി വഴി ചോദിക്കാൻ വേണ്ടി കയറിയത് ആനിമിസ്. അപ്പോൾ ഇന്ദ്രനെ കണ്ടതും ഇന്ദ്രനല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇന്ദ്രജിത്ത് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ നോക്കുക കേട്ടോ ആനിമിസിനെ. ഇപ്പോൾ സിഗരറ്റൊക്കെ വലിച്ച് പുക ഇങ്ങനെ നീളത്തിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്തം വിട്ട് ഇന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.